യുവതീ പ്രവേശന സത്യവാങ്മൂലത്തിൽ വീണ്ടും ഒളിച്ചുകളിച്ച സംസ്ഥാന സർക്കാർ. കോടതി വിധി വന്നതിന് ശേഷം സർക്കാർ നിലപാട് വ്യക്തമാക്കാമെന്ന് സംസ്ഥാന നിയമമന്ത്രി പി രാജീവ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 9 കേസുകളാണ് നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നയം വ്യക്തമാക്കാൻ സുപ്രീം കോടതി അനുവദിച്ച സമയം അടുത്തിരിക്കെയാണ് നിയമമന്ത്രിയുടെ പ്രസ്താവന. 9 കേസുകളാണ് നിലവിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. അതിൽ വിധി വന്നതിന് ശേഷം മാത്രം പ്രതികരിക്കാമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ശബരിമല മാത്രമല്ല സുപ്രീം കോടതി കേൾക്കുന്നത്, എല്ലാ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട പൊതുവായ ഭരണഘടനാ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്ക് വ്യക്തത വന്നതിന് ശേഷം മാത്രമേ ശബരിമല റിവ്യൂ ഹർജി കേൾക്കണോ വേണ്ടയോ എന്നതിലേക്ക് അവരെത്തുള്ളൂ. ആ 7 ചോദ്യങ്ങൾ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഭരണഘടനാ വിദഗ്ധരുമായിട്ട് കൂടി ചർച്ച ചെയ്ത് ഒരു വ്യക്തത വരുത്തും. അതിലൊന്നിപ്പോൾ 25-26 ഡിനോമിനേഷൻ പ്രശ്നം എങ്ങനെ വെക്കുന്നു, പിന്നെ അവിടെ ഇത്തരം കാര്യങ്ങളിൽ ഭരണഘടനാപരമായിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എങ്ങനെയാണ് നിൽക്കുന്നത്, ജുഡീഷ്യലിക്ക് ഇടപെടാനുള്ള എൻ്റെ ലിമിറ്റ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള 7 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ആ 7 ചോദ്യങ്ങൾ ഞങ്ങൾ വളരെ വിശദമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 14-ാം തീയതിക്ക് മുമ്പ് തന്നെ അവ സംബന്ധിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം വളരെ വ്യക്തമായി തന്നെ കൊടുക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കപ്പെടുമെന്നായിരുന്നു നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കിയത്. ഏതാണോ ശബരിമലയിലെ ആചാരം അത് തുടരുമെന്നും അറിയിച്ചു. എന്നാൽ അതിനു നേരെ വിരുദ്ധമായ സമീപനമാണ് നിയമമന്ത്രിയുടേത്. പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തി നിയമമന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വോട്ട് ചോർച്ച ഉണ്ടാകാതിരിക്കുവാനുള്ള സർക്കാർ ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ച് നടത്തുന്നതെന്നും ആക്ഷേപമായി ഉയരുന്നു. ഭക്തരെ അനുകൂലിക്കുന്ന യാതൊരു നടപടിയും സംസ്ഥാന സർക്കാരിൽ നിന്നും ഉണ്ടാകില്ല എന്നും സർക്കാരിന്റെ പ്രകസനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും ആക്ഷേപമായി ഉയരുന്നു. ജനം, തിരുവനന്തപുരം.